ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു സിലബസിലെ ഒരു ഭാഗത്തിൻ്റെ ക്ലാസ്സാണ് മാനുഫാക്ചർ, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്വർ. മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മാണം. പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കുക. ആൻഡ് സെയിൽ, വിൽപ്പന. അപ്പോൾ മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വയ്ക്കുക, അല്ലെങ്കിൽ സെയിൽ, വിൽപ്പനയും ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് സിലബസിലൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇതിൽ സെക്ഷൻ 12 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് അത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 12 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഒരാൾക്കൊരു വ്യക്തിക്ക് തോന്നുകയാണ് കുറച്ച് മദ്യം നിർമ്മിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാ. അപ്പോൾ ആ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് എന്ത്? അബ്കാരി ആക്ടിലെ സെക്ഷൻ 12. ഇനി സെക്ഷൻ 12A പറയുന്നത് മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നത് നിരോധിക്കുന്നത്. അപ്പോൾ അത് ഡൗട്ട് തോന്നല്ലേ? അതായത് എന്തെങ്കിലും ഒരു വസ്തുക്കൾ നമ്മൾ നിർമ്മിക്കാമെന്ന് വിചാരിക്കുക. അതുണ്ടാക്കാനായിട്ട് മദ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് നിരോധിക്കുന്നതാണ് എന്ത്? സെക്ഷൻ 12A എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോട്ടാ. അപ്പോൾ മദ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ നിർമ്മാണം നിരോധിക്കുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 12A എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ 12B ഉണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ, അതിൽ എഴുതിയിട്ടില്ല. നമ്മൾ നിർമ്മിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും മദ്യം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചില വസ്തുക്കൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ മദ്യത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമുക്ക് അത് കൈവശം വയ്ക്കാവുന്ന വകുപ്പിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് മദ്യ അളവിൽ കൈവശം വയ്ക്കാവുന്ന അളവിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 12B എന്ന് പറയുന്നത്. അതായത് ഈ മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ കേട്ടേ ചെറിയ തോതിൽ ലഹരിയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ നിർമ്മാണ വേളയിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ എത്രമാത്രം കൈവശം വയ്ക്കാവും അതിൻ്റെ അളവിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് എന്ത്? സെക്ഷൻ 12B. പിന്നെ സെക്ഷൻ 13 കൂടി ഉണ്ട്, 13. അതായത് ഗവൺമെൻറ് പറയുന്ന അളവിൽ കൂടുതൽ ഈ മദ്യമോ ലഹരി പദാർത്ഥങ്ങളൊന്നും കൈവശം വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 13. ഇനി സെക്ഷൻ 18A ആണ്. 18A പ്രകാരം പറയുന്നത് ഹോൾസെയിലും റീറ്റെയിൽ വിൽപ്പനക്കാർക്കൊക്കെ നൽകുന്ന പരിഗണനകളെ കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 18A, 18A. ഇനി സെക്ഷൻ 64A പറയുന്നത് ഈ മദ്യം നിർമ്മിക്കാനോ അല്ലെങ്കിൽ വിൽപ്പന നടത്താനോ സംഭരിക്കാനോ ഒക്കെ ആയിട്ട് ആരെങ്കിലും ഭൂമി കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് തെറ്റാണ്. അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 64A എന്ന് പറയുന്നത്. ഭൂമി നൽകിയാൽ ആർക്ക്? ഈ മദ്യം നിർമ്മിക്കാനോ വിൽപ്പനയ്ക്കോ സംഭരണത്തിനോ വേണ്ടിയിട്ട് ഭൂമി നൽകിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 64A. ഇനി അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 25,000 രൂപയിൽ കുറയാത്ത പിഴയാണ് അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഇനി അടുത്ത സിലബസിൻ്റെ ഒരു ഭാഗമാണ് പൊസഷൻ ലിമിറ്റ്. മദ്യം കൈവശം വയ്ക്കാവുന്ന ലിമിറ്റ് ഉണ്ടോ ഓരോന്നിനും, ഇത്ര വൈൻ, ബിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ മുൻപ് അത് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റിലെടുത്ത് നോക്കാം കേട്ടോ, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ. പിന്നെ അടുത്തത് ഏജ് ഫോർ പൊസഷൻ ലിമിറ്റാണ്. അതും പല വീഡിയോസിലായിട്ട് മുമ്പത്തെ കണ്ടവർക്കറിയാം, അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ലിക്കർ, 23 വയസ്സിന് മുകളിലുള്ളവരാണ് മദ്യം യൂസ് ചെയ്യാൻ പാടുക. അതിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ സെക്ഷൻ 15A പ്രകാരം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പത്തെ 2 ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന്. മുമ്പത്തെ കുറച്ച് ക്ലാസ്സൊന്നും കണ്ടു നോക്കി അറിയാൻ പറ്റും. 1-2 ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 15A പറയുന്നത് 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിക്കുന്നതോ കൈവശം വയ്ക്കുന്നതോ ഒക്കെ നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15A. ഇനി സെക്ഷൻ 15B പറയുന്നത് ഇവർക്ക് ഈ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് തെറ്റാണ്. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 15B. ഇനി ഈ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം അതായത് 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ 5,000 രൂപ പിഴയോ 2 വർഷം തടവോ, അല്ലെങ്കിൽ ഈ രണ്ടും ചേർന്നത്. ചിലപ്പോൾ നമുക്ക് 5,000 രൂപ പിഴയായിരിക്കും, അല്ലെങ്കിൽ 2 വർഷം തടവായിരിക്കും, അല്ലെങ്കിൽ എന്തുണ്ടാവും? 5,000 രൂപ പിഴയും 2 വർഷം തടവും. അപ്പോൾ അത് ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു തോതനുസരിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ? 5,000 രൂപ പിഴയോ 2 വർഷം തടവോ, അല്ലെങ്കിൽ ഈ രണ്ടും കൂടി ചേർന്ന ശിക്ഷയോ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഈ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിറ്റാലും എന്തുതന്നെയാണ്? ഈ സെയിം ശിക്ഷ തന്നെയാണ്. 5,000 രൂപ പിഴയോ 2 വർഷം തടവോ, അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ അതുതന്നെയാണ് വിറ്റാലും കിട്ടുന്നത്. അപ്പോൾ അതായത് 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിച്ചാലും 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിറ്റാലും സെയിം ശിക്ഷ തന്നെയാണ് നൽകുന്നത്.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുകളായിട്ട് സിലബസ് കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.